കള്ളാടി മണ്ണിടിച്ചിൽ ദുരന്തമുണ്ടായി നാളുകൾ പിന്നിട്ടിട്ടും മരിച്ചവരുടെ ബന്ധുക്കൾക്കും ഒപ്പം പരിക്കേറ്റവരുടെ ആശ്രിതർക്കുമൊക്കെ ധനസഹായം സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ധനസഹായം ലഭിക്കുമെന്ന് അറിയിച്ചിരുന്നു. പക്ഷേ നാളുകൾ പിന്നിട്ടിട്ടും അത് ഉണ്ടായില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആ ദൃശ്യത്തിൽ, അതായത് ഈ മണ്ണിടിച്ചിൽ ദുരന്തമുണ്ടായ CCTV ദൃശ്യത്തിൽ വ്യക്തമാണ്. ആ ടിപ്പർ ലോറി വരുമ്പോൾ അതിൻ്റെ പിൻഭാഗത്ത് നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ട ആളുകളാണ് എന്നോടൊപ്പം ഉള്ളത്. ഈ മീനാക്ഷി എസ്റ്റേറ്റിലെ തൊഴിലാളികളാണ്. പാൽരാജും ഭാര്യ കൂടമ്മാളുമാണ്. ആ ദൃശ്യം കണ്ട് ശരിക്കും ഞങ്ങൾ ആകെ ഭയന്നു പോയിരുന്നു. അതിനുശേഷം നിങ്ങൾ ആശുപത്രിയിലായിരുന്നു അല്ലേ? ആശുപത്രി പോയി വന്നു. എന്തായിരുന്നു, എന്തൊക്കെയാണ് പരിക്ക് പറ്റിയത്? കയ്യിൽ പരിക്ക് പറ്റിയത്. നമുക്ക് ഊർവേദന ഇപ്പോൾ വേദനയൊക്കെ മാറിയോ? വേദന ഉണ്ട്. അന്ന് എത്ര ദിവസം ആശുപത്രിയിൽ ഉണ്ടായി? എന്താ പരിക്ക് പറ്റിയേ? ஆஸ்பத்திரியில் ஒரு தோசம் போய் இருந்துட்டு ரெண்டாவது நாங்கள் கேம்புக்கு வந்தது. கேம்பில் வந்து ஆயுர்வேத டாக்டர் வந்து நோக்கிட்டு சதவு உண்டாவு, ரத்த கட்டு உண்டாவு, நீர் உண்டாவுன்னு சொல்லி கட்டு போட்டு இது 4ாமത്തെ கட்டான்னு. இப்போ வைத்திரிக்கு டாக்டர் வரான்னு பறஞ்சு ஆயுர்வேதத்துலேருந்து வைத்திரிக்கு போனது. செவ்வாயாச்சா வைத்திரி போய் வைத்திரி போனோடனே அப்போ பெல்ட்டு போடான்னு பறஞ்சு இப்போ பெல்ட்டு போட்டிருக்கு. ഇനി ഒരാഴ്ച കഴിച്ച് ചൊവ്വാഴ്ച അവിടെ വരാനും. മണ്ണിടിച്ചിലുണ്ടായ സമയത്ത് അതിൽ ഒഴുകി വന്ന് നിങ്ങൾക്ക് നടുവിനൊക്കെ വേദനയുണ്ട്, വലിയ ആരോഗ്യ ബുദ്ധിമുട്ടുകൾ ഇപ്പോഴും ഉണ്ടോ? ബുദ്ധിമുട്ട് അത്ര ഒന്നുമില്ല, കുറച്ചുണ്ട്. മരുന്ന് തേച്ച് കൊണ്ടിരിക്കുകയാണ് രാത്രിയാകുമ്പോൾ. ആ തുടക്കത്തിൽ രാഷ്ട്രീയ നേതാക്കന്മാർ മന്ത്രിമാരൊക്കെ വന്നിരുന്നല്ലോ, നിങ്ങളെ സന്ദർശിച്ചല്ലോ. അപ്പം നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് സഹായം തരാമെന്ന് പറഞ്ഞിരുന്നു, അറിയാമോ? അത് നമ്മുടെ അടുത്ത് അത് പറഞ്ഞിട്ടില്ല. പറഞ്ഞില്ല. അപ്പോൾ കഴിഞ്ഞ ഞായറാഴ്ച വിളിച്ചിട്ടാണ് സുരേഷ് ബാബുടെ വിളിച്ച് പറഞ്ഞു എൻ്റെ അടുത്ത് പാസ്സായിക്കണ அப்படின்னு പറഞ്ഞ്. പിന്നെ എത്ര പൈസയാണ് പാസ്സായതെന്നോ എന്താ അത് എന്താണെന്ന് അറിയില്ല. അത് എவ்வளோ പൈസ എന്താണെന്ന് നമുക്കറിയില്ല. എത്ര വർഷമായി ഈ മീനാക്ഷി എസ്റ്റേറ്റിൽ പാടി ലൈനിൽ താമസിക്കുന്നു? 20 വർഷം ആச்சு. നമുക്ക് എസ്റ്റേറ്റ് മാത്രമേ ജോലിയുള്ളൂ. മറ്റേ സ്വന്തം തോട്ടം അങ്ങനെയൊക്കെ ഒന്നുമില്ല. എസ്റ്റേറ്റ് പണിയെടുത്താലേ പോകുന്നുള്ളൂ. പോയിട്ട് ഒരു 15-16 ദിവസമായി. 17 ദിവസമായി പണിക്ക് പോയിട്ടില്ല. സ്ഥിരം പണിക്ക് പോകണം. ചോറും കഞ്ഞിയൊക്കെ വെക്കുന്നത് എങ്ങനെയാ? ആ ഒരു ഭർത്താവ് ഉണ്ടാക്കുന്നുണ്ട്. നാളെ വയ്ക്കുന്നത് കഞ്ചി ചോറൊക്കെ നാളെ വെച്ച് കൊടുക്കണം. പണിക്ക് പോകാത്തതുകൊണ്ട് നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് വലിയ ബുദ്ധിമുട്ടുണ്ടോ? ബുദ്ധിമുട്ടുണ്ട്. നമുക്ക് കമ്പനി അത് മാസമാകുമ്പോൾ ശമ്പളത്തിൽ പിടിക്കാൻ പറയും. അതാണ്. അപ്പോൾ എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? നിങ്ങൾക്ക് സർക്കാർ നേരത്തെ 5 ലക്ഷം രൂപ മരിച്ച ആളുകളുടെ കുടുംബത്തിനും 2.5 ലക്ഷം രൂപ പരിക്കേറ്റ ആളുകളുടെ കുടുംബത്തിനും തരും എന്നാണ് പറഞ്ഞത്. നിങ്ങൾക്ക് എന്താ സർക്കാരിനോട് പറയാനുള്ളത്? എങ്ങൾക്ക് എന്താ പൈസ കിട്ടിയാലേ പോയി. ഏതെങ്കിലും പൈസ നമ്മ ഏതും കുഴപ്പം ഉണ്ടാക്കാനായിട്ട് ആവശ്യമില്ലല്ലേ. സഹായം കിട്ടിയാലും മതി. അത്ര സഹായം കിട്ടിയാൽ സഹായം കിട്ടിയാൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവില്ല. അതാണ്. ഇത്ര ദിവസമായിട്ടും ആരെങ്കിലും വന്നോ? വാർഡ് മെമ്പറോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ജില്ലാ പ്രസിഡന്റോ പഞ്ചായത്ത് പ്രസിഡന്റോ ആരെങ്കിലും വന്നോ? ക്യാമ്പിലുണ്ടാകുമ്പോൾ വന്ന് ഇപ്പോൾ വാർഡ് നമ്പർ ഇവിടുത്തെ വാർഡ് നമ്പറൊക്കെ വന്ന് വിളിച്ചു. கேம்பில் இருக்கும்போது பினராயி விஜயன் அவர் முக்கியமந்திரி அவங்கெல்லாம் வந்து எல்லாரும் வந்து நோக்கி. அதுக்கப்புறம் யாரும் வரல. உதவி உங்களுக்கு கிடைச்சானா நல்லதா? எப்படி நினைக்கிறீங்க? தமிழ்ல பேசுங்க. உதவி கிடைச்சா நல்லதுன்னு தான் நாங்கள் நினைப்போம். ஏன்னா வேலைக்கு போக முடியல. இன்றைக்கி கூட 17 நாள் ஆயிடுச்சு. 2 பிள்ளைங்க இருக்குது. 2 பிள்ளைங்க இனி பள்ளிக்கூடத்துக்கு ஸ்கூலுக்கு போகுதுங்க வருதுங்க. வீட்டில் பசங்க எதுவும் உண்டாக்க முடியலை. அதானு பார்ப்போம். സ്കൂളിലാണ് പഠിക്കുന്നത്? എത്ര ക്ലാസ്സിലാണ് അവിടെ പഠിക്കുന്നത്? ഒരു കുട്ടി 10ൽ പഠിക്കുന്നത്, ഒരു കുട്ടി 7ൽ പഠിക്കുന്നത്. മണ്ണിടിച്ചിൽ ദുരന്തമുണ്ടായി 17 ദിവസമായി ഇവർ ജോലിക്ക് പോയിട്ട് മീനാക്ഷിയിലെ ഈ പാടി ലൈനിലാണ് താമസിക്കുന്നത്. 2 കുട്ടികളുണ്ട്. ജോലിക്ക് പോകാത്തതിനാൽ തന്നെ വരുമാനത്തിന് വലിയ ബുദ്ധിമുട്ടുണ്ട്. നേരത്തെ സർക്കാർ മരിച്ച ആളുകളുടെ ആശ്രിതർക്ക്, ദുരന്തത്തിൽ ജീവൻ നഷ്ടമായവരുടെ ആശ്രിതർക്ക് 5 ലക്ഷം രൂപയും പരിക്കേറ്റവരുടെ കുടുംബത്തിന് 2.5 ലക്ഷം രൂപയും പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ അതുമായി ബന്ധപ്പെട്ട് ആരും തന്നെ ഇവരെ സമീപിച്ചില്ല എന്നുള്ളതാണ്. ക്യാമ്പുകളിൽ കഴിയുന്ന സമയത്ത് ആ ഭാഗത്തേക്ക് പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രിയും ഒക്കെ എത്തിയിരുന്നു. ഏതായാലും ഇവർക്ക് പറയാനുള്ളത് ഇവർക്ക് സഹായത്തിനായുള്ള ധനസഹായം സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം. അത് ഉടനടി തന്നെ ഇവരുടെ കൈകളിലേക്ക് എത്തിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളൊരു കാര്യമാണ് കുടുംബത്തിന് ആവശ്യപ്പെടാനുള്ളത്. വീഡിയോ ജേർണലിസ്റ്റ് ടോണി കെ ആൻ്റണിക്കൊപ്പം റിപ്പോർട്ടർ ദീപക് മോഹൻ ഇൻ റിപ്പോർട്ടർ.